വെൽക്കം ടു നിയോ ഹോമാർട്ട്. നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലാണ്. നമുക്ക് നമ്മുടെ വീടും പരിചയപ്പെടാം, അതോടൊപ്പം നമ്മുടെ പ്രൊഡക്റ്റും പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. ഇവിടെ നമ്മൾ ഷോക്കേസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെയാണ്. ഇവിടെയാണ് നമ്മുടെ പ്രയർ ഏരിയ വരുന്നത്. ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണിത്. പിന്നെ നമ്മുടെ സ്റ്റെയറിന്റെ അടിയിൽ തന്നെ ഇവിടെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ നമ്മുടെ ഇൻവെർട്ടർ, ബാറ്ററി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കിച്ചണിലോട്ട് പോവാം. ഇത് നമ്മുടെ മോഡുലാർ കിച്ചൺ ആണ്. ഇത് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇത് നമ്മുടെ സിലിണ്ടർ വെക്കാനുള്ള സ്പേസ് ആണ്. പ്ലേറ്റുകളൊക്കെ വെക്കാനുള്ള ഇവിടെയുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ ഒരു സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. നമ്മൾ പാചകമൊക്കെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല വെളിച്ചമുണ്ട്. നമുക്ക് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് കുക്കിംഗ് ഒക്കെ നടക്കുന്നത്. വാഷിംഗ് മെഷീൻ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഇതാണ് അടുത്ത ബെഡ്റൂം. ഇതിൽ നമ്മൾ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കബോർഡ്. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം. ഇവിടെയും ചെറിയ രീതിയിൽ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ബെഡ്റൂം മുകളിലാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇത് താഴത്തെ കോമൺ ബാത്റൂമിന്റെ മുകൾ വശത്താണ് ഇത് വരുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസിന്റെ ലാൻഡിംഗ് ഏരിയ വരുന്നത്. ഇത് ഓപ്പൺ ടെറസ് ആണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വാൾ മൗണ്ടഡ് ഫോൾഡിംഗ് അയൺ ടേബിൾ. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പേസ് സേവിങ് തന്നെയാണ്. നമ്മൾ ഫോൾഡ് ചെയ്ത് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ചുമരിലോട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഏകദേശം 2 ഇഞ്ചോളം മാത്രമേ ഇങ്ങനെ ചുമരിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അയൺ ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഇതിന് നിവർത്തുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായി. ഇതിന് തരങ്ങില്ല. ഇത് നല്ല സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ടേബിളും ഈ ചുമരും തമ്മിലുള്ള ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വലിയ മുണ്ടുകളും സാരികളും മറ്റെല്ലാത്തരം വസ്ത്രങ്ങളാണെങ്കിലും അയൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്കിതിൽ ഇറക്കിയിട്ട് അയൺ ചെയ്യാനാണ് ഈ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ടോപ്പ് കവർ കൊടുത്തിരിക്കുന്നത് 100% കോട്ടൺ, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കവർ നമുക്ക് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും അഴുക്ക് പറ്റി മുഷിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഒരു ഫോമിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത്.
ഇത് 100% കോട്ടൺ പ്രസ്ഡ് മെറ്റീരിയലാണ് ഇത്. അതുപോലെ തന്നെ ഇതിന്റെ നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ചെരുപ്പിനൊക്കെ ഒട്ടിക്കുന്ന പോലത്തെ വെൽക്രോ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഒട്ടിക്കാവുന്നതാണ്. നമ്മുടെ പ്രൊഡക്റ്റ് 2 കളറിലും 2 സൈസിലുമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ലാർജ് സൈസും സ്മോൾ സൈസും ആണ്. അതുപോലെ തന്നെ കളറാണെങ്കിൽ ഈ കാണുന്ന കളർ ഗ്രേ കളറും അതുപോലെ തന്നെ ഓഫ് വൈറ്റും ആണുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പർ താഴെ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കുറച്ച് നമ്മൾ കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജിന്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.